അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഈദ് മുബാറക്. മൈബൺസ് കിച്ചൻ്റെ എല്ലാ വ്യൂവേഴ്സിനും നമ്മുടെ കുടുംബക്കാർക്കും ഫ്രണ്ട്സിനും സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലായിട്ട് വലിയ പെരുന്നാൾ വീണ്ടും വന്നു അല്ലേ. കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാനും പറ്റിയിട്ടില്ല. കാരണം ആ ഒരാഴ്ച എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്തത് എന്നുള്ളത് ഓരോരുത്തർക്കും അറിയാൻ പറ്റും. കഴിഞ്ഞ പ്രളയത്തിനെക്കാട്ടിലും അതിരൂക്ഷമായിരുന്നു, അതിഭീകരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഈ ഒരു 2-3 ദിവസം, ശരിക്കും ഒരു 4 ദിവസം എങ്ങനെ തള്ളി നീക്കണം എന്ന് ഒന്നും തിരിയാത്തൊരവസ്ഥയായിരുന്നു. ഈ ഭാഗത്തൊന്നും ഒരുപാട് അങ്ങ് വെള്ളം കയറിയിട്ടില്ല. നമ്മുടെ ഈ ഏരിയയിലൊന്നും അങ്ങനെ വെള്ളം കയറിയിട്ടില്ലെങ്കിലും നന്നായിട്ട് മഴ പെയ്യുന്നു, നന്നായിട്ട് ഇടിയും മിന്നലും പകൽ പോലും. പിന്നെ അതുപോലെ കാറ്റും നന്നായിട്ട് അടിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ കറണ്ട് പോക്ക്. അപ്പോൾ 2 ദിവസം ശരിക്കും നമുക്ക് കറണ്ടേ ഉണ്ടായിട്ടില്ല. ഫോൺ ചാർജില്ല, ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇതൊക്കെ ആയപ്പം എങ്ങനെ പെരുന്നാളെന്നുള്ളത് തന്നെ ഒരു ആലോചന പോലും ഇല്ലായിരുന്നു. എങ്ങനെങ്കിലും ഈ ഒരു 4 ദിവസം തരണം ചെയ്യണം എന്നുള്ളത് മാത്രമേ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. പ്രകൃതിയോടൊരിക്കലും നമുക്ക് ഏറ്റുമുട്ടാൻ പറ്റില്ലല്ലോ. അപ്പം പ്രകൃതി തരുന്ന ഓരോ ദുരന്തങ്ങളും നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിജീവിക്കാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് ഇപ്പോഴുള്ളത്. ഇപ്പോഴും റെസ്ക്യൂ ഷെൽട്ടറിലുള്ള ഒരുപാട് പേരുണ്ട്, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവരുണ്ട്. അപ്പം അവരെയൊക്കെ എത്രയും പെട്ടെന്ന് സേഫായിട്ട് തന്നെ വീട്ടിലെത്തട്ടെ. പിന്നെ വീടൊക്കെ നഷ്ടപ്പെട്ടു പോയവർക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു വീട് കിട്ടണേ, അവർ നല്ല സേഫാകണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് ഈ പെരുന്നാൾ വ്ളോഗ് തുടങ്ങാം. പെരുന്നാളിൻ്റെ തലേന്ന് എല്ലാവർക്കും നോമ്പാണ്. അപ്പം പിന്നെ നോമ്പ് തുറക്കാനായിട്ടൊരു 2-3 കടികളുണ്ടായിരുന്നു. പഴംപൊരി, നാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ബ്രെഡ് സാൻഡ്വിച്ച്, പിന്നെ ഇളനീർ ജ്യൂസ്, ഇതൊക്കെയാണ് നോമ്പ് തുറക്കാനായിട്ട്. എല്ലാവരും ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ നോമ്പ് തുറക്കാൻ. അങ്ങനെ അതുണ്ടാക്കി. നാസ്തയായിട്ട് പൊറോട്ടയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് പിറ്റേത്തെ ദിവസം, പെരുന്നാളിൻ്റെ ദിവസം നാസ്തയായിട്ട് എടുത്തത്. പിന്നെ കുറച്ച് കല്ലുമ്മക്കായ പൊരിച്ചതും ഉണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ അന്ന് നല്ലൊരു കാലാവസ്ഥയായിരുന്നു. മഴയൊന്നുമില്ല, അത്ര ചൂടും ഇല്ല, എന്നാൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഒരുപാടൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാനും പറ്റിയിട്ടില്ല. രാവിലെ തന്നെ പിന്നെ ആൺകുട്ടികൾ ചായയൊക്കെ കഴിഞ്ഞപ്പം പള്ളിയിലേക്ക് പോയി. പിന്നെ നമ്മളിവിടെ ലേഡീസ് വീട്ടിൽ നിന്ന് തന്നെ നിസ്കാരവും കഴിഞ്ഞു. അങ്ങനെ നാസ്തയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ചോറുണ്ടാക്കലാണ്. എന്തായാലും പെരുന്നാളല്ലേ, അപ്പം പിന്നെ ബിരിയാണി തന്നെ ആക്കണ്ടേ. അപ്പോൾ ഈ പെരുന്നാളിനും ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആണ് ഉണ്ടാക്കിയത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തലശ്ശേരി സ്റ്റൈൽ ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് ഞാൻ ഉണ്ടാക്കിയത് ബീഫ് ബിരിയാണിയാണ്. അത് പക്ഷേ ഈ ഒരു സ്റ്റൈലല്ല, കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. തലശ്ശേരി സ്റ്റൈലിന് മല്ലിപ്പൊടി ചേർക്കില്ല, നമ്മൾ ഓണിയൻ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുക. അപ്പം ഞാനിന്ന് കാണിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന തലശ്ശേരി സ്റ്റൈൽ ബീഫ് ബിരിയാണിയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുക്കറിലേക്ക് ബീഫ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ മസാലേൻ്റെ എല്ലാ ചേരുവകളും ഇട്ടങ്ങ് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ആദ്യം കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം 1.5 കിലോ ബീഫ് ഉണ്ടാവും. എല്ലാം കൊട്ടോട് കൂടിയിട്ട് കുറച്ച് വലിയ പീസായിട്ടുള്ള ബീഫാണ്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ പീസാണ് ഏറ്റവും നല്ലത് ബീഫ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഈ കുക്കറിലേക്ക് ഒന്നങ്ങ് നിരത്തി കൊടുക്കാം, ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പം 1.5 കിലോ ബീഫിന് ഞാനിപ്പം 1 കിലോ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളിയാണ്. അപ്പോൾ അതൊരു കിലോ കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. മസാല ഉണ്ടാക്കുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ വേവിച്ചെടുക്കുമ്പം ഒരിക്കലും നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് മസാല ഇട്ട് കൊടുക്കരുത്. അതായത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കരുത്. കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഈ ഉള്ളിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് അതൊരു സ്വീറ്റായി പോകും. നമ്മൾ എത്ര എരിവിട്ട് കൊടുത്താലും ആ ഒരു സ്വീറ്റ്നെസ് പോയി കിട്ടൂല. അങ്ങനെ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് ബീഫിലേക്ക് ഒന്നങ്ങ് കൈകൊണ്ട് നിരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി എടുക്കണം. ഞാനിപ്പം 5 തക്കാളി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കിലോൻ്റെ കുറച്ച് കൂടുതൽ വരും. വലിയ സൈസിലുള്ള തക്കാളിയാണ്, അതുകൊണ്ട് 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഈ തക്കാളിയുടെ പുളിപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് തൈരും നമ്മുടെ ഈ മസാലയിൽ ചേർത്ത് കൊടുക്കും. അപ്പം തൈര് ചേർക്കാത്തവരാണെങ്കിൽ 2 തക്കാളി കൂടുതൽ ഇപ്പം അങ്ങ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പം കുറച്ച് തൈര് എന്തായാലും മസാല ആയതിന് ശേഷം ചേർത്ത് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് 5 തക്കാളിയാണ് ഞാനിപ്പോൾ എടുത്തത്. അതും വലിയ സൈസാകുമ്പം 5 മതിയാവും. അങ്ങനെ തക്കാളി ഇപ്പോൾ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനിപ്പം നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പച്ചമുളകിനെ 2ആയിട്ട് കീറി ഇട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ചതച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 10ഓളം പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകിൻ്റെ കൂട്ടത്തിൽ തന്നെ ലാസ്റ്റ് മസാല ആയതിനു ശേഷം കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ബീഫ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഇഞ്ചി ചേർക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഈ ബീഫിലേക്ക് എല്ലാം അങ്ങ് ചേർത്ത് കൊടുക്കണം. കൈകൊണ്ട് നന്നായിട്ട് ഞരടി എടുക്കുമ്പം എല്ലാത്തിലും അങ്ങ് പിടിച്ചു കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും തന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. വേവിക്കുന്ന കൂട്ടത്തിൽ അങ്ങ് വെന്തോളുമല്ലോ. അപ്പോൾ എന്താ ചേർത്തതെന്ന് വെച്ചാൽ ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്തിട്ടുണ്ട്, 2 ഏലക്ക, 2 ഗ്രാമ്പു, ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് കൈകൊണ്ട് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ ഈ തലശ്ശേരി ബിരിയാണിയിൽ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ചേർക്കാറില്ല. നമ്മൾ ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമൊന്നും ചേർക്കണ്ട. 1 ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. കാരണം ഈ തക്കാളിയിൽ നിന്ന് ഉള്ളിയിൽ നിന്ന് ബീഫിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ലൂസായി പോകും. നമ്മുടെ മസാല കുറച്ച് ടൈറ്റായിട്ടല്ലേ വേണ്ടത്. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ബീഫ് വേവുന്നത് വരെ അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് വേവാനായിട്ട് ഞാനിപ്പം കുക്കർ അവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ബിസ്ത ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാനിപ്പോൾ 3 സവാള നേർമയായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യാം, അപ്പം നേർമയായിട്ട് കിട്ടിക്കോളും. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടായ എണ്ണയിലിട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം. അപ്പം കുറേ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി. നമുക്ക് വേണമെങ്കിൽ ഈ ഉള്ളി നല്ല നെയ്യിൽ മാത്രം ഇട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം. അതല്ലെങ്കിൽ നല്ല നെയ്യും ഓയിലും മിക്സാക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാം. അല്ലാതെ വെറും ഓയിൽ മാത്രം എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പം നല്ല നെയ്യും ഓയിലും രണ്ടും മിക്സാക്കിയിട്ടാണ് എടുത്തത്. ഓയിലിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലേവറും ടേസ്റ്റും നമുക്ക് ഈ ഒരു ചോറിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ഓയിൽ നമുക്ക് മസാല തൂയിക്കാനും എടുക്കാം, അതുപോലെ തന്നെ ചോറുണ്ടാക്കുമ്പം നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോഴും എടുക്കാം. ബാക്കി ഉണ്ടെങ്കിൽ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ ഒരു ചിക്കൻ കറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പം അത് ഈ എണ്ണ യൂസ് ചെയ്താലും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇപ്പം ബീഫിൻ്റെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു 4 വിസിലിലേക്ക് ഞാനിത് ഓഫ് ചെയ്യും. കാരണം 4 വിസിലാകുമ്പോഴേക്കും എൻ്റെ ബീഫ് റെഡിയാവും. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഏകദേശം ഒന്നങ്ങ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഉള്ളി ഒരിക്കലും ഒരുപാട് ബ്രൗൺ കളർ ആവുന്നത് വരെ എണ്ണയിൽ വെക്കരുത്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പം എണ്ണയിൽ നിന്നങ്ങ് കോരിയേക്കണം. എന്താണെന്ന് വെച്ചാൽ ഉള്ളി പുറത്തിരുന്നിട്ടും ഒന്നങ്ങ് കളറാവും. അപ്പം ഞാനിപ്പം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയപ്പോഴത്തേക്കും ഉള്ളി അങ്ങ് എണ്ണയിൽ നിന്നും കോരി മാറ്റുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉള്ളി എണ്ണയിലേക്ക് പൊരിക്കാനായിട്ട് ഇടുമ്പം എണ്ണ നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ടൊന്ന് മീഡിയം ആക്കിയിട്ടാണ് പൊരിച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഫ്രൈ ആയിട്ടൊരു ലൈറ്റ് കളർ ആകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും ഉള്ളി കോരി മാറ്റണം. അപ്പം നന്നായിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മൾ ഉള്ളി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ. ഈ ഉള്ളി ഒരുപാട് കളറായിട്ട് എണ്ണയിൽ നിന്ന് നമ്മൾ കോരുമ്പോൾ പിന്നെ അത് പുറത്തിരുന്നിട്ട് കുറച്ചുകൂടെ കളറാവും, നന്നായിട്ട് കരിഞ്ഞ പോലെ ആയിപ്പോവും. അപ്പം നമ്മൾ മസാലയിലൊക്കെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റിന് മാറ്റം വരും, ഒരു കയ്പ്പടിക്കും. ഇപ്പം ഞാൻ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരിയതാണ്. പക്ഷേ ഇപ്പം കണ്ടോ കളർ കുറച്ചൊന്നും അങ്ങ് മാറിയിട്ടില്ലേ. ഇങ്ങനെയാണ് നമുക്ക് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഉള്ളി ഇവിടെ ഇത് മസാലയിലേക്ക് ഇടുന്ന സമയമാകുമ്പോഴേക്കും നന്നായിട്ട് ക്രിസ്പി ആയിക്കോളും. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഉള്ളി പൊരിച്ച എണ്ണയാണിത്, ഇതിൽ നിന്നും കുറച്ച് നമ്മളങ്ങ് മാറ്റി വെക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു കടായിൽ തന്നെ ഞാനിപ്പം ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയും എണ്ണ വേണ്ട ചിക്കൻ പൊരിക്കാനായിട്ട്. അതുകൊണ്ട് കുറച്ച് എണ്ണ ഞാനങ്ങ് മാറ്റി വെക്കുകയാണ്. ആ മാറ്റി വെക്കുന്ന എണ്ണ നമുക്ക് മസാല തൂയിക്കുമ്പോൾ അങ്ങ് ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ നെയ്ച്ചോറിലേക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം ചിക്കൻ പൊരിക്കാനായിട്ട് ചിക്കൻ ഞാൻ തലേന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, ഉപ്പ്, കുറച്ച് തൈര്, കുറച്ച് ചാട്ട് മസാല, കുറച്ച് ഗരം മസാല എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഈ മസാലയിൽ ഒരു രാത്രി മുഴുവനും അങ്ങ് കിടന്നതുകൊണ്ട് നന്നായിട്ടങ്ങ് മാരിനേഷൻ ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എണ്ണയിലിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ പല ടൈപ്പിലുള്ള വീഡിയോസ് എൻ്റെ ഈ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പം വേണ്ടവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം. അപ്പം ഈ ചിക്കൻ ഒന്നാമത് വേവിക്കാതെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം സമയം ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ അങ്ങ് മൊരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറംഭാഗം നന്നായിട്ട് അങ്ങ് മൊരിഞ്ഞു വരും, പക്ഷേ ഉൾഭാഗം വേവില്ല. തൈരൊക്കെ ഇട്ടതുകൊണ്ട് സോഫ്റ്റ് ആവും, എന്നാലും വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം ഞാനിപ്പം കുറച്ച് കുറച്ചായിട്ട് ഈ എണ്ണയിലിട്ടിട്ട് അങ്ങനെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ബീഫ് ഒരു 4 വിസിൽ വന്നപ്പം ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം വെന്തിനോ എന്നുള്ളത്.
അപ്പം മൂടി തുറന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൽ നല്ലോണം വെള്ളമുണ്ട്. ഞാൻ ആകെ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. പക്ഷേ കണ്ടോ, ഈ ഉള്ളിയിൽ നിന്നും തക്കാളിയിൽ നിന്നും പിന്നെ അതുപോലെ ബീഫിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുള്ളതാണ്. അല്ലാതെ ഞാനിതിൽ എക്സ്ട്രാ വെള്ളം ചേർത്തിട്ടില്ല. പിന്നെ വേറെ എണ്ണയോ ഒന്നും തന്നെ ചേർക്കാതെ ഇത് വേവിച്ചെടുത്തത്. പക്ഷേ ആ ബീഫിൽ നന്നായിട്ട് നെയ്യ് ഉള്ളത് കൊണ്ട് കുറച്ച് നെയ്യ് തെളിഞ്ഞിട്ട് കാണുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലുള്ള വെള്ളം ഒന്നങ്ങ് വറ്റിച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇത് അടുപ്പിലേക്ക് അങ്ങ് വെച്ചിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഒന്നങ്ങ് വറ്റിച്ചെടുക്കാം. തുറന്ന് വെച്ചിട്ട് തന്നെ വറ്റിച്ചെടുക്കണം, അടച്ച് വെക്കണ്ട കേട്ടോ. അപ്പം ഇത് വെള്ളം ഈർപ്പം ഇറങ്ങിയിട്ട് വെന്ത് കിട്ടേയുള്ളൂ, വറ്റൂല. അപ്പോൾ ഇത് തുറന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്നങ്ങ് വറ്റിച്ചെടുക്കാം. അപ്പോഴേക്കും ഉള്ളിയും തക്കാളിയും നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു കിട്ടും, നല്ലൊരു ജ്യൂസി ആയിട്ട് കിട്ടും. ബീഫ് അത്യാവശ്യം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെന്ത് കിട്ടും. പിന്നെ ബീഫിൻ്റെയൊക്കെ മസാല ഉണ്ടാക്കുമ്പം അതിലേക്ക് കുറച്ച് നെയ്യ്, ബീഫിൻ്റെ തന്നെ നെയ്യ് ഉണ്ടാവും ഇറച്ചിയിലൊക്കെ, അത് കളയാതെ കുറച്ച് ഇട്ട് കൊടുത്താൽ മസാല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ചൂടോട് കൂടിയിട്ട് ബിരിയാണി തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഒരുപാട് വെള്ളം വറ്റി ഡ്രൈ ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വെള്ളം വറ്റിയാൽ മതി. അപ്പോൾ അത് വറ്റുന്നതിന് മുമ്പ് ഞാൻ അതിൽ നിന്നും കുറച്ച് ഇങ്ങെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് ദം ചെയ്യുമ്പം ആ ചോറിൻ്റെ മുകളിൽ ഇതങ്ങ് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചോറിന്. അപ്പം ഞാൻ പൊതുവേ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. പ്രത്യേകിച്ച് ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞളോ സഫ്രോണോ ഒന്നും ചേർക്കാറില്ല. ഈ ഒരു വെള്ളം തന്നെ ദം ചെയ്യുമ്പോൾ അങ്ങ് മുകളിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ചോറിന് അത്യാവശ്യം കളറും കിട്ടും, പിന്നെ അതുപോലെ ആ ഒരു ഫ്ലേവറും കിട്ടും. അപ്പോൾ ഇനിയൊന്ന് മസാല എണ്ണ തോന്നിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു വലിയൊരു അലൂമിനിയം പാത്രം എടുക്കാം. അതിലേക്ക് ചോറും കൂടെ ദം ചെയ്യാൻ പറ്റുന്ന വലിയ പാത്രമായിരിക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ബീഫിൻ്റെ മസാല അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, ബിസ്ത, അതൊരു പകുതിയോളം അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ അങ്ങ് വിതറി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൽ വിട്ടുപോയ 2-3 കാര്യങ്ങളുണ്ട്. വീഡിയോ എടുത്തുവെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അത് റെക്കോർഡായിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഇട്ട് കൊടുക്കണം. നല്ല നെയ്യിലേക്ക് കുറച്ച് സ്പൈസസും ചേർത്ത് കൊടുക്കണം. സ്പൈസസ് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, പിന്നെ ബിരിയാണി ഇല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം. ഈ പട്ടയും ഗ്രാമ്പും ഏലക്കയൊക്കെ ഞാൻ നേരത്തെ ബീഫ് വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും നെയ്യ് തൂങ്ങിക്കുമ്പോൾ സ്പൈസസ് ഇടണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യിൽ നന്നായിട്ട് സ്പൈസസ് മൂത്ത് വന്നപ്പോഴാണ് ഞാൻ ബീഫിൻ്റെ മസാല അങ്ങ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് ഈ ഒരു തവിയിൽ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു പാർട്ട് റെക്കോർഡായിട്ടില്ല, അതിന് ശേഷമുള്ളതാണ് റെക്കോർഡായത്. അപ്പോൾ ആ കാര്യം കാണിക്കാത്തത് കൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു, ഓർമ്മിച്ച് വെക്കണം എല്ലാവരും. ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില, കറിവേപ്പില 3ഉം കൂടെ കുറച്ച് അരിഞ്ഞിട്ട് അങ്ങ് വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ മസാലയിൽ കുറച്ചൊന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് ഡ്രൈ ആക്കണ്ട, കാരണം നമ്മളിനിയിപ്പം ദം ചെയ്യുമ്പം ആ ചോറിൽ ഈ ഒരു മസാലയുടെ ഫ്ലേവർ കയറണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല, കുറച്ചിങ്ങനെ വെള്ളം ഉള്ളത് നല്ലതാണ് മസാലയിൽ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം ഉപ്പ് പോരാൻ തോന്നിയപ്പം കുറച്ച് ഉപ്പങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സാക്കിയിട്ട് ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പാത്രം മുഴുവനായിട്ടൊന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ അടച്ചിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം, ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനിപ്പോൾ മൂടി തുറന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഫൈനലായിട്ട് ചേർക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള കുറച്ച് മല്ലിയില, പുതിനയില, കറിവേപ്പില അരിഞ്ഞത് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. ഞാൻ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാല പൊടി തന്നെയാണ് ഈ ബിരിയാണിയിലൊക്കെ ഇട്ട് കൊടുക്കാറ്. പ്രത്യേകിച്ചൊരു ബിരിയാണി മസാലയൊന്നും ഞാൻ വാങ്ങാറില്ല. അപ്പം എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഗരം മസാലയുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ കാണണം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അത് കുറച്ച് ഗാർണിഷിങ്ങിന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ദം ചെയ്യുന്ന സമയത്ത് എല്ലാം ഒന്നങ്ങ് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ മസാല ഇപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നെയ്ച്ചോറിൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ വറ്റിച്ചിട്ട് എങ്ങനെയാണോ നെയ്ച്ചോറ് വെക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഇത് വെച്ചത്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 2-3 വീഡിയോസ് തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. കുക്കറിൽ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്, ഇതേപോലെ പാത്രത്തിലിട്ട് വറ്റിച്ചിട്ട് അങ്ങനെ വെക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പം സാധാരണ നമ്മൾ ഈ മാഹി തലശ്ശേരിക്കാരൊക്കെ നമ്മുടെ തലശ്ശേരി സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കുന്നത് ജീരകശാല, അതായത് ആ ചെറിയ അരി കൊണ്ടാണ് ഉണ്ടാക്കുക, അത് വറ്റിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ഇതിപ്പം ഞാൻ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. തിളപ്പിച്ച വെള്ളത്തിലേക്ക് അരിയിട്ടിട്ട് അങ്ങനെ വേവിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ വേറൊരു മെത്തേഡ് ഉള്ളത്, സ്പൈസസൊക്കെ മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് അരിയിട്ട് ആദ്യം വറുത്തെടുക്കും.
വറുത്തെടുത്തിട്ട് ചൂടുവെള്ളം ഇട്ടിട്ട് അങ്ങനെ വറ്റിച്ച് വേവിച്ചെടുക്കും. അപ്പം അതും വേറൊരു മെത്തേഡാണ്. അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇതുവരെ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇൻഷാ അല്ലാ ഇനി ഒരു തവണ ഉണ്ടാക്കുമ്പോൾ അത് കാണിക്കാം. അപ്പോൾ ചോറ് അവിടെ വേവാനായിട്ട് വെച്ചിട്ട് പിന്നെ ഡ്രസ്സ് മാറ്റാനൊക്കെ പോയി. ഡ്രസ്സ് മാറ്റി പിന്നെ ഒരു ഫോട്ടോ സെഷനാണ്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പുറത്തൊക്കെ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കൽ പരിപാടിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഉള്ളത് കൊണ്ട് നല്ല രസമായിരുന്നു ഫോട്ടോ എടുക്കാനും. അപ്പോൾ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കിയപ്പം കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടില്ലേ, ആ വെള്ളത്തിൻ്റെ കുറച്ച് ഞാൻ ഇതിലേക്ക് ഇപ്പം മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പം മസാലയുടെ ആ ഒരു ഫ്ലേവർ ചോറിലും കിട്ടും. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദം ചെയ്യാം. അപ്പം മസാല ഞാനിപ്പം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോറങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിൽ നിന്നും കുറച്ച് മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 പാത്രത്തിലായിട്ട് ദം ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഒരു 2-3 ആൾക്കുള്ളത് വേറെ തന്നെ ദം ചെയ്തിട്ട് കൊടുത്തയക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മസാലയിലേക്ക് കുറച്ച് ചോറ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ചോറിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ മസാലയുടെ വെള്ളം കുറച്ചൊന്ന് 2-3 ടേബിൾ സ്പൂൺ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില പുതിനയില അങ്ങ് വിതറി കൊടുക്കാം. കുറച്ച് ഫ്രൈ ചെയ്ത ഒണിയൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും അങ്ങോട്ട് കൊടുക്കാം. പിന്നെ ഞാൻ നെയ്ച്ചോറ് തൂങ്ങിക്കുന്ന സമയത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും പൊരിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ അങ്ങോട്ട് കൊടുക്കാം. എല്ലാം കൂടെ വിതറിയിട്ട് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്നങ്ങ് ദം ചെയ്യാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ദം ചെയ്യണം. ഇതാണ് ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ടുള്ള മസാല. ഇതിപ്പോൾ ഒരു 2-3 ആൾക്കുള്ള ബിരിയാണിയുടെ ദം ചെയ്യലാണ്. അത് കൊടുത്തു വിടാനാണ്. അപ്പോൾ അത് വേറെ തന്നെ ദം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുമിച്ച് ദം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു പിന്നെ നമ്മൾ കൊടുത്തു വിടുമ്പോൾ അതിനൊരു പെർഫെക്ഷൻ കിട്ടില്ല. അങ്ങനെ വേറെ തന്നെ ദം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കൊടുത്തു വിടാനാണെങ്കിൽ. അപ്പം അങ്ങനെ ഇപ്പം മസാല ഞാനിപ്പോൾ ഒന്ന് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുത്തിട്ട് അങ്ങനെ അങ്ങ് ദം ചെയ്യാം. അപ്പം ഇതിൻ്റെ ദമ്മിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ചോറ് ദമ്മൊക്കെ പൊട്ടിക്കണ്ടേ, എന്നിട്ട് വേണം ചോറ് തിന്നാൻ. അപ്പം ദം പൊട്ടിക്കാനായി. അപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ ദമ്മിൽ ഈ മസാലയിൽ ദം ചെയ്യാനായിട്ട് ഇട്ട ചോറ് നമ്മൾ നേരത്തെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിലെല്ലാ ചോറും നമ്മൾ ദം ചെയ്യൂല. കുറച്ച് ഒരു 3/4 ഭാഗമൊക്കെയാണ് ദം ചെയ്യാനായിട്ട് ചോറിട്ട് കൊടുക്കുക. ബാക്കിയുള്ളത് എന്താ ചെയ്യാന്ന് വെച്ചാൽ നെയ്ച്ചോറിൻ്റെ പാത്രത്തിൽ തന്നെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് ഈ ദം പൊട്ടിച്ചിട്ട് നെയ്ച്ചോറ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം ഞാനിപ്പം മസാല കാണുന്നത് വരെയും ചോറങ്ങ് കോരി എടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള ചോറിലേക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇപ്പം ചോറിൽ എല്ലായിടത്തും ആ മസാലയുടെ ഫ്ലേവറൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പം ചോറ് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പം നമ്മൾ തലശ്ശേരി മാഹിക്കാരെങ്ങനെയാണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് മസാല വേറെയും ചോറ് വേറെയും ആയിട്ടാണ് സെർവ് ചെയ്യാറ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. അപ്പം ഞാനിപ്പം ചോറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് പൊരിച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ വിതറി കൊടുക്കാം. ഇനി മസാല വേറൊരു പാത്രത്തിലേക്കും സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈദ് ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി തലശ്ശേരി സ്റ്റൈൽ ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ, പിന്നെ ഇത് പായസം ഞാൻ ഇതിനു മുമ്പ് വീഡിയോ കാണിച്ചിട്ടുണ്ട്. പാൽപ്പായസം ഉണക്കലരി വെച്ചിട്ടാണ് അന്ന് ഞാൻ വീഡിയോ കാണിച്ചത്. ഇത് നമ്മുടെ നേരിയരി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ അരി ഉണക്കലരിക്ക് പകരം നേരിയരി എടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെ ചോറൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ കസിൻസൊക്കെ വന്നു, ഇളാമ്മമാരൊക്കെ വന്നു. പിന്നെ അവരുമായിട്ടുള്ള കുറച്ച് സമയമൊക്കെ ആയി. അപ്പം പിന്നെ എല്ലാ വീഡിയോസ് എനിക്ക് എടുക്കാം. എല്ലാവരും ഉള്ളപ്പോൾ ഉള്ള വീഡിയോസൊന്നും എനിക്കിതിലേക്ക് ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്തായാലും ചായൻ്റെ സമയമായി. പെട്ടിപ്പത്തിൽ ഉന്നക്കായൊക്കെ ആക്കി അങ്ങനെ ചായയൊക്കെ കഴിഞ്ഞു. നമ്മളും പുറത്തൊക്കെ ഒന്ന് പോയി. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇത്. അപ്പം വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തലശ്ശേരി സ്റ്റൈൽ ബീഫ് ബിരിയാണി ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതിനു മുമ്പ് ആരോ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് തലശ്ശേരി സ്റ്റൈൽ മട്ടൺ ബിരിയാണി ഉണ്ടാക്കുന്നത് കാണിക്കാനെന്നും പറഞ്ഞിട്ട്. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഈ ഒരു സ്റ്റൈലിൽ ബീഫിന് പകരം മട്ടൺ ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. കുറച്ച് റെസിപ്പീസ് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.